ഹലോ ഗായ്സ്, വെൽക്കം ടു ലാക്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ വ്ളോഗാണ് ഗൈസ്. സോ അപ്പം ഫസ്റ്റ് തന്നെ എൻ്റെ പേര് ലക്ഷ്മി VS ആണ്. എൻ്റെ പേര് വന്നിട്ട് ഞാനൊരു 10th സ്റ്റുഡൻ്റ് ആണ്. 10th ആയി. ഓക്കെ. അപ്പോൾ എന്താ പറയുക, ഞാൻ പഠിക്കുന്നത് വന്നിട്ട് OLCGHS തൊപ്പുംപടിയിലാണ് ഞാൻ പഠിക്കുന്നത്. അവലേറ്റീസ് കോൺവെന്റ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പിന്നെ ഞാൻ താമസിക്കാൻ വന്നിട്ട് പള്ളുരുത്തിവിളിയിലാണ് ഞാൻ താമസിക്കുന്നത്. പിന്നെന്താ, ഒരു പള്ളുരുത്തിക്കാരിയാണ്. ഓക്കെ. പിന്നെന്താ, എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലി വന്നിട്ട് എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചിയാണുള്ളത്. ചേച്ചി വന്നിട്ടൊരു ഗ്രാജുവേറ്റഡ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ആള് കോച്ചിങ് കോളേജിലാണ് പഠിച്ചത്. അങ്ങനെ പിന്നെ about my studies, and I'm an average student. Means ആവറേജ് അല്ല, എന്ന ടോപ്പറും അല്ല. മീൻസ് ആവറേജിനും ടോപ്പറിനെ നടുക്കായിട്ടാണ് ഞാൻ കിടന്ന് അടിക്കുന്നത്. 9th റിസൾട്ട് വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടി. കാരണം ഇതുവരെ നല്ല കുഴപ്പമിട്ട് പിന്നെ 9th ആയപ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല മെച്യൂരിറ്റി തോന്നി. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആവാൻ ശരിയാകത്തില്ല, പഠിക്കണം. പഠിച്ചു. 9th ഫുൾ പാസ്സോടെ പാസ്സായി. നല്ല ഫുൾ പാസ്സായിട്ട് 10th എല്ലാത്തിനും അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്ന സമയത്തൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു. കുറേ പഠിച്ചു, ഹാർഡ് വർക്ക് ചെയ്തു. ആ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് എനിക്ക് 9th കിട്ടിയത്. പിന്നെ അബൌട്ട് മൈ യൂട്യൂബ് ചാനൽ. യെസ്, അപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2023 ഡിസംബറിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, അക്കൗണ്ട് തുടങ്ങി വെച്ചത്. ആ സമയത്ത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ലച്ചൂസ് വ്ളോഗ് എന്നായിരുന്നു. പക്ഷേ എൻ്റെ ഫാമിലീസ് ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും കുറേ ലച്ചൂസ് വ്ളോഗ് വരാറുണ്ട്. അപ്പം തപ്പിയെടുക്കാൻ തന്നെ ഭയങ്കര പണിയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എന്താ പറയുക, അങ്ങനെ എല്ലാവരും പറഞ്ഞു അങ്ങനെ കിട്ടണില്ല, ഒന്നുകിൽ പേര് മാറ്റ് എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ കുറേ ആലോചിച്ച് ഏതോ എന്താ പറയുക, രാവിലെ എണീച്ചപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പേര് കിട്ടി, ബ്ലാക്ക് ഫീസ്. എന്തുകൊണ്ട് ഇട്ടൂടാ എന്നുള്ളത് വന്നപ്പോഴത്തേക്കും ഇട്ടു ലക്സ് ഫേസ് എന്ന്. പിന്നെ ലക്സ് ഫേസ് അടിക്കുമ്പോഴത്തേക്കും ആദ്യമൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അത് വന്നിട്ട് കുറച്ച് എന്താ പറയുക, വരാൻ ഭയങ്കര താമസമായിരുന്നു. പിന്നെ കഴിഞ്ഞിട്ടാണെങ്കിൽ 3 സബ്സ്ക്രൈബേഴ്സ് ആക്കിയപ്പോഴത്തേക്കും തന്നെ ലക്സ് ഫേസ് അടിച്ച ഫസ്റ്റ് തന്നെ എൻ്റെ അക്കൗണ്ടാണ് വരുന്നത്. സദാർ ലക്സ് ഫേസ് ഒരു ഗെയിം എന്തോ ഉണ്ട്, അപ്പോൾ അതാണ് വരുന്നത്. പക്ഷെ എൻ്റെ അക്കൗണ്ട് കഴിഞ്ഞ് എൻ്റെ ഒരു 2-3 വീഡിയോസ് കഴിഞ്ഞിട്ടായിരിക്കും അത് വരുന്നത്. അപ്പം ഞാൻ അതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താണ്, അങ്ങനെയായിരുന്നു എൻ്റെ ഒരു തുടക്കമൊക്കെ. മീൻസ് എന്ത് വീഡിയോസൊക്കെ ഇടും, നിങ്ങൾക്ക് എന്തിട്ട് ഇഷ്ടപ്പെടും എന്നൊക്കെ ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു എന്താ പറയുക, ആദ്യം കാരണം എല്ലാവർക്കും ഡേ ഇൻ മൈ ലൈഫ്, പ്രൊഡക്റ്റീവ് വ്ലോഗ്, നൈറ്റ് റൊട്ടീൻ, മോർണിംഗ് റൊട്ടീൻ, ഡ്രസ് കളക്ഷൻ, അങ്ങനത്തെ കുറേ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണ് അത് കാണാനായിട്ടൊക്കെ. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രസ് കളക്ഷനും ട്രിപ്പ് വ്ലോഗൊക്കെ ഇടണതൊക്കെ എനിക്ക് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനത്തെയൊക്കെ വ്ലോഗ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും കാണുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യാണ്ട് തന്നെ ഒരു പാട്ട് ഇട്ടിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഫുൾ വീഡിയോ ഞാൻ ചെയ്തപ്പോഴത്തേക്കും അത് 115 വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പം ഇതിനകത്ത് ഇത്രയും പേര് കണ്ടല്ലോ, അപ്പം എന്തായാലും എന്താ പറയുക, കാണാനൊക്കെ അവരുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് പിന്നെ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല വീഡിയോ ഇടാനായിട്ടൊക്കെ. പിന്നെ ഇട്ടിട്ട് ലാസ്റ്റ് വോയിസ് ഓവർ തുടങ്ങി. ആദ്യമായിട്ടാണ് ഇവർ എൻ്റെ വോയിസ് ഓവറൊക്കെ കേട്ട് തുടങ്ങിയത്. എന്ത് കൊടുക്കുന്ന സൗണ്ടാണ് എൻ്റെ എന്നൊക്കെ. അങ്ങനെ ആയിരുന്നു. പിന്നെ എൻ്റെ വോയിസ് ഓവറൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഓക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ യൂട്യൂബ് ചാനൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ ഇപ്പോൾ ഇവിടത്തോളെത്തി. ഇപ്പോൾ 97 വീഡിയോസ് എന്തുണ്ട്, ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് 98 വീഡിയോസ് ആക്കും. എനിക്കൊരു പ്ലാൻ ഉണ്ട്, ജൂൺ തീരുന്നതിന് മുമ്പ് എന്തായാലും ഒരു 100 വീഡിയോസ് ഇടണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. 100 അല്ലെങ്കിൽ 100ക്കാട് കൂടുതൽ തരണം എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഐ ഹോപ്പ് നടക്കുമെന്ന്. പിന്നെന്താണ്, എഡിറ്റിംഗ് ആപ്സ്, ടൂൾസ്
ടൂൾസ് ഞാൻ യൂസ് ചെയ്യുന്ന വന്നിട്ട് ഒരു മൈക്കാണ് ഗൈസ്. അതെല്ലാം കണ്ടിട്ടുണ്ടാവും. K8ന്റെ വയർലെസ് മൈക്രോഫോൺ ആണ്. ലൈവ് ഷോന് പറ്റും, ഇന്റർവ്യൂവിന് പറ്റും, പിന്നെ വെരി ഷോർട്ട് വീഡിയോ, വ്ളോഗ് ഷോർട്ട് വീഡിയോനൊക്കെ നമുക്കിത് യൂസ്ഫുൾ ആക്കും. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കൊരു പണി കിട്ടിയത് വേറെ ഒന്നുമല്ല, ഇത് അമ്മയുടെ ഫോണൊക്കെ കയറുന്നില്ല. അത് തന്നെ പ്രത്യേക ഒരു കാര്യം. കാരണം ഇതിനകത്ത് വെണ്ടക്ക അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട് ഫോർ ടൈപ്പ് സി ആൻഡ് ഫോർ ഐഫോൺ 1TB. ടൈപ്പ് സി എന്ന് പറഞ്ഞാൽ ടൈപ്പ് സി ഷേപ്പിനായിട്ടുള്ള ചാർജേഴ്സ് ഒക്കെ ഇല്ലേ, ആ ഫോണിനൊക്കെ പറ്റും. അപ്പം വിചാരിച്ചു ചിലപ്പോൾ അച്ഛൻ്റെ ഫോണ് ടൈപ്പ് സി ആണ്. അപ്പം വിചാരിച്ചു അതിനകത്ത് കയറുമോ എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പം അച്ഛൻ വന്നിട്ട് അച്ഛൻ്റെ ഫോണിൽ നേരെ തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് ഞാൻ അച്ഛൻ്റെ ഫോൺ കുത്തിയപ്പോഴേക്കും ദേ കിടക്കുന്നു സാധനം, ദേ കിടക്കുന്നു, കുത്തി കയറി എന്നുള്ള അതിനകത്ത് കയറി ഒരു ഇതായിരുന്നു. അപ്പൊ എനിക്ക് കയറിയപ്പോഴത്തേക്കും നല്ലൊരു ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു, കയറിയല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ ആ ഒരു ഇതിനകത്തായിരുന്നു. അപ്പൊ നിങ്ങൾ ഇത് വാങ്ങിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ ഫോൺ ടൈപ്പ് സി ആയിരിക്കണം, ടൈപ്പ് സി ചാർജർ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഐഫോൺ ആയിരിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറ്റിയ പണി നിങ്ങൾക്കായിരിക്കും പറ്റിയ. കാരണം ഇതിനെന്തോ 314 ഇതിന് വന്നിട്ട്. ഇതൊരു വയർലെസ് മൈക്കാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അത് തന്നെ ഞാൻ ആദ്യം പറയണത്. ബുക്ക് ചെയ്യണ മുമ്പ് ഒന്ന് ആലോചിച്ച് എല്ലാം കറക്റ്റാണോ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതിൽ വയർലെസ് അല്ല, അല്ലെങ്കിൽ വയറിൻ്റെ ഒക്കെ ഉണ്ടാവില്ലേ, അതായത് നല്ലതാണ്. അത് പിന്നെ എല്ലാ ഫോണും ചേരുമെന്ന് തോന്നുന്നു. എല്ലാ ഫോണും അത്യാവശ്യം കയറും. പിന്നെന്താണ്, പിന്നെ എഡിറ്റിംഗ് ആപ്സ് വന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ടിനകത്തും ക്യാൻവയിനകത്താണ്. ഇൻഷോട്ട് മൈ കംഫർട്ട് സോൺ. കാരണം അതിനകത്ത് കുറച്ചുകൂടി എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കതിനെ കുറച്ച് കംഫർട്ട് തോന്നാറുണ്ട്. അതിനകത്ത് പലതരം ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ടെക്സ്റ്റ് ആയാലും നമുക്ക് അതിനകത്ത് ഇങ്ങനെ എന്താ പറയുക, അൺലോക്ക് ചെയ്യാൻ പറ്റിയ ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റ് അതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് തപ്പണം, കുറച്ച് ക്ഷമ വേണം. അപ്പം അങ്ങനെ കിട്ടും, ടെക്സ്റ്റ് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് അതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ തോട്ടിനകത്തൊരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതിനകത്ത് എൻ്റെ ഒരു ഫോണ്ട്, എൻ്റെ ടെക്സ്റ്റ്, എൻ്റെ സൈഡിലൊക്കെ ടെക്സ്റ്റ് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ടെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഇൻഷോട്ടിനകത്ത് അൺലോക്ക് ചെയ്ത ടെക്സ്റ്റസ് ആണ് അത്. പിന്നെ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു. മീൻസ് എല്ലാവരുടെയും ഞാൻ കുറേ പേരുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എനിക്ക് അതിനകത്ത് എന്താ പറയുക തോന്നിയിട്ട് ഞാനിങ്ങനെ അൺലോക്ക് ചെയ്തതാണ്. എപ്പോഴുള്ള ടെക്സ്റ്റ്, സാധാരണ ടെക്സ്റ്റ് ആണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഒരുമാതിരി ഓൾഡ് മോഡൽസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഇതൊക്കെ ചെയ്തത്. ഇൻസ്റ്റഗ്രാം. എനിക്ക് ഇൻസ്റ്റഗ്രാം ലക്ഷ്മി VS എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര്. പക്ഷെ അതിനകത്ത് ഫോളോ ആയിട്ട് ടച്ച് തരുമൊന്നുമില്ല, കാരണം അതിൻ്റെ പ്രൈവറ്റ് അക്കൗണ്ട് ആണ്. പിന്നെ ഞാനത് വ്ളോഗ്സ് ഇട്ടിട്ടില്ല, അത് പോസ്റ്റും ഹൈലൈറ്റും മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം എനിക്കൊന്നും അതിനകത്ത് വീഡിയോസ് ഇടാൻ തോന്നൂല. അതുകൊണ്ട് ഓക്കെ. ഫോൺ വന്നിട്ട് സാംസങ് ഗാലക്സി ആണ് മൈ ഫോൺ. ഓക്കെ. പിന്നെ എന്താ പറയുക, അതിനകത്ത് വീഡിയോസ് എടുക്കാൻ കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംഫർട്ടബിൾ ഓക്കെ ആണ്, ഓക്കെ ഫീലാണ്. ഓക്കെ. പിന്നെ സ്റ്റഡി പ്ലാൻസ് വന്നിട്ട് ഞാനിങ്ങനെ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ഞാൻ സ്റ്റഡിയൊക്കെ ചെയ്യുന്നത്. മീൻസ് ഇങ്ങനെ സബ്ജക്റ്റ് പിന്നെ ഡേറ്റ്, പോർഷൻസ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. മീൻസ് ഡേറ്റ് അന്നത്തെ പഠിക്കുന്ന ഡേറ്റ് ഞാൻ ഇടും. പിന്നെ ഇന്ന സബ്ജക്റ്റാണ് ഇത് തീർക്കുന്നത് അതിടും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഏതൊക്കെ പോർഷൻസ് കംപ്ലീറ്റ് ആക്കാൻ പോകുന്നു എന്നുള്ളൊരു ഐഡിയ ഞാൻ അപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് അത് കംപ്ലീറ്റ് ആക്കി ഞാൻ ടിക്കിടും. അന്നുള്ളത് തന്നെ തീർക്കണം. അല്ലെങ്കിൽ പിന്നെ പെൻഡിങ് ആയി ലാസ്റ്റ് എനിക്ക് 8th എനിക്കങ്ങനെ മനസ്സിലായി, ഞാൻ എല്ലാം ഫുൾ പെൻഡിങ് ആക്കിയിട്ട് എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം അന്നുള്ളത് തന്നെ തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ ഇൻസ്പിറേഷൻസ് ഓഫ് യൂട്യൂബ് ചാനൽ എന്താ പറയുക, 3 പേരുടെ യൂട്യൂബ് ചാനൽസ് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഒന്ന് നേഹ റൂബി, സെക്കൻഡ് സഫ വിത്ത് പെൻ,
മൂന്നാമത്തത് സീക്രട്ട് സ്റ്റേറി നൈറ്റ്. അവരുടെയൊക്കെ യൂട്യൂബ് ചാനൽ എന്ത് അടിപൊളിയാണ്. മീൻസ് എസ്തെറ്റിക്കിന്റെ അങ്ങേറ്റം സൂപ്പറാണ്. അപ്പൊ എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവരുടെ സംസാരം, പിന്നെന്താ പറയാ, അവരുടെ ഓരോ എന്താ പറയാ സ്കില്ല്, അങ്ങനത്തെയൊക്കെ എനിക്ക് കാണുമ്പോഴത്തേക്കും എനിക്ക് പലപ്പോഴും എനിക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നാറുണ്ട്. അപ്പം അതങ്ങനെ ഇട്ടപ്പോഴത്തേക്കും തുടങ്ങി. അങ്ങനത്തെ വീഡിയോസിൻ്റെ അടുത്തൊന്നും ഞാൻ എത്തിയിട്ടൊന്നുമില്ല, ബട്ട് ഓക്കെ, അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, അങ്ങനെ അവരുടെ വീഡിയോസൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയി. പിന്നെ അവരുടെ പോലെ തന്നെ ഡ്രസ്സൊക്കെ ഇടാൻ ഞാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെന്താണ് അവരുടെ ജേണൽസ് മൈ ഗോഡ്, സീക്രട്ട് സ്റ്റഡി നൈറ്റ് ജേണൽ ഭയങ്കര ഇഷ്ടമാണ്. മിക്കപ്പോഴും ഞാൻ കാണാറുണ്ട് ഞാൻ ജേണലിംഗ് ഒക്കെ. പിന്നെ ഞാൻ ഒറ്റ വീഡിയോ പോലും മിസ്സാക്കിയിട്ടില്ല ഇവരുടെ. കാരണം ഞാൻ അത്രയ്ക്കും എന്തൊരു ഫ്രീ ടൈം ഞാൻ ഫോൺ എടുത്താലും ഞാൻ ഫസ്റ്റ് തന്നെ സെർച്ച് ചെയ്ത് കാണുന്നത് അവരുടെ ഇരിക്കും. ഭയങ്കര ഇഷ്ടമാണ് അവരുടെ. പിന്നെ സ്കിൻ കെയർ വന്നിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഹിമാലയയുടെ ഒന്ന് ഞാൻ ചെയ്യാറുണ്ട്. ഹിമാലയയുടെ എന്തോ കെസർ ഫേസ് വാഷ്, ഹിമാലയൻ ടാൻ റിമൂവർ ഫേസ് വാഷും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് 2 പ്രൊഡക്ട്സ് ഹിമാലയുടെ ഫേസ് വാഷ് ഭയങ്കര ഇഷ്ടമാണ്. വെരി ഹൈ ഫാൻ, ഭയങ്കര എന്താ പറയുക ഫാനായിട്ട് ഞാൻ വരികയാണ്. കാരണം നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ഗ്ലോയിങ് ഫേസ് വേണമെങ്കിൽ ആ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ നിങ്ങളുടെ നിങ്ങളുടെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഇട്ടിട്ട് പോയാൽ മതി. അല്ലാണ്ട് നല്ല എന്താ പറയുക ഗ്ലോ ഉണ്ടാക്കും. ഞാൻ മിക്കപ്പോഴും ഞാൻ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകണമെങ്കിൽ ഫസ്റ്റ് അതായിരിക്കും പറക്കിയിടുന്നത്. കഴിഞ്ഞാൽ മാത്രമോട്ടോ, ഞാൻ എല്ലാ മാസം വാങ്ങിക്കാറില്ല, ഇടയ്ക്കിടയ്ക്ക് ഓർത്താൽ. ചില സമയത്തൊക്കെ നേരെ പോണത് നൂഡിൽസിൻ്റെയും ബിസ്ക്കറ്റിൻ്റെ ഒക്കെ സൈഡിലേക്കായിരിക്കും ഞങ്ങൾ പോണത്. മറ്റേ സ്പൈസി ഒക്കെ ഞങ്ങൾ അങ്ങോട്ടേക്കും പോണത്. അല്ലെങ്കിൽ പിന്നെ മറ്റേ ഹെയർ വാഷിൻ്റെ എന്നാൽ ഓരോ മാസം ഒരു മാസം ഫുഡ്, ഒരു മാസം ഹെയർ ഫേസ് വാഷ്, ഹെയർ വാഷ്, ഷാംപൂസ്, ഓയിൽസ്, അതുകൊണ്ട് ഒരു മന്ത്. പിന്നെ 3rd മന്ത് വന്നിട്ട് സ്കിൻ കെയർ, മേക്കപ്പ്, 4th മന്ത് ഡ്രസ്സ്, ഷൂസ്, അങ്ങനത്തെ ഉള്ള പ്ലാൻസ് ഒക്കെയാണ്. പിന്നെ ദിസ് ഈസ് മൈ ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. ഞാൻ എല്ലാം എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെന്താ, എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനൊക്കെ പറയുമ്പോൾ ചില ഫ്രണ്ട്സിനെയൊക്കെ മിസ്സായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല പ്രശ്നം കൂടെ ആക്കും. അപ്പം അതുകൊണ്ടിട്ട് അത് പറയുന്നില്ല. സോ സി, ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇറക്കുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. സോ ടാറ്റാ.